ഫെബ്രുവരി 14 എന്നാൽ വാലന്റൈൻസ് ഡേ. ഇത് ഓർത്തു വയ്ക്കാത്ത യുവാക്കൾ കുറവായിരിക്കും. ആരാണ് വാലന്റൈൻ? ക്ലോഡിയസ് ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് വിശുദ്ധ മാരിയോസിനൊപ്പം രക്തസാക്ഷികളായ ക്രിസ്ത്യാനികളെ സഹായിച്ചിരുന്ന റോമിലെ പുരോഹിതനായിരുന്നു വാലന്റൈൻ. ഈ സമയത്ത് ഒരു പുരോഹിതൻ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റാരെക്കാളും ഭംഗിയായി വാലന്റൈൻ ചെയ്തു പോന്നു. ക്രൈസ്തവർക്ക് ധൈര്യം പകർന്നു, രക്തസാക്ഷിത്വം വരിച്ചവരെ അടക്കം ചെയ്തു, ജയിലിൽ കഴിയുന്നവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ക്രിസ്ത്യാനികളെ സഹായിക്കുന്നത് നിരോധിക്കുവാനുള്ള തന്റെ ഉത്തരവിന്റെ അനുബന്ധമായി സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്ലോഡിയസ് ചക്രവർത്തി വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി. അവിവാഹിതനായവൻ വിവാഹിതനേക്കാൾ ഒരു പടി നല്ല പടയാളിയായിരിക്കും എന്ന വിശ്വാസത്താൽ അദ്ദേഹം യുവാക്കളെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. എന്നാൽ വൈദികനായ വാലന്റൈൻ ഈ ഉത്തരവിനെ വെല്ലുവിളിക്കുകയും പരസ്പരം സ്നേഹിക്കുന്ന യുവാക്കളെയും യുവതികളെയും രഹസ്യമായി തന്റെ അടുക്കൽ വിളിച്ചു വരുത്തി അവരെ വിവാഹമെന്ന കൂദാശ വഴി ഒന്നാക്കുകയും ചെയ്തു. എന്നാൽ ഒടുവിൽ ചക്രവർത്തി ഇത് കണ്ടുപിടിച്ചു. അധികം വൈകാതെ തന്നെ വാലന്റൈനെ ബന്ധനസ്ഥനാക്കി തന്റെ മുൻപിൽ കൊണ്ടുവരുവാൻ അദ്ദേഹം കൽപ്പിച്ചു. എന്നാൽ ആ ചെറുപ്പക്കാരനായ പുരോഹിതനിൽ ചക്രവർത്തി ഏറെ ആകർഷിക്കപ്പെട്ടിരുന്നു. അതിനാൽ അദ്ദേഹത്തെ വധിക്കുന്നതിന് പകരം റോമൻ വിഗ്രഹാരാധനാ സമ്പ്രദായത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനാണ് ചക്രവർത്തി ശ്രമിച്ചത്. എന്നാൽ വിശുദ്ധ വാലന്റൈൻ ക്രിസ്തുവിലുള്ള തന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചക്രവർത്തിയെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിൽ കുപിതനായ ചക്രവർത്തി അദ്ദേഹത്തെ വധിക്കുവാൻ ഉത്തരവിറക്കി. വിശുദ്ധ വാലന്റൈൻ തടവറയിലായിരിക്കുമ്പോൾ കാരാഗ്രഹ സൂക്ഷിപ്പുകാരനായ അസ്റ്റേരിയൂസും അന്ധനായ മകളും അദ്ദേഹത്തോട് അനുകമ്പ കാണിച്ചിരുന്നു. അസ്റ്റേരിയൂസിന്റെ മകൾ വിശുദ്ധന് ദിവസവും ഭക്ഷണവും സന്ദേശങ്ങളും കൊണ്ടുവന്നു കൊടുത്തു. അങ്ങനെ അവർ തമ്മിൽ ഊഷ്മളമായ ഒരു സൗഹൃദ ബന്ധം ഉടലെടുത്തു. തന്റെ കാരാഗ്രഹവാസത്തിന്റെ അവസാനത്തോടെ വിശുദ്ധന് അവരെ രണ്ടുപേരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞു. ഐതിഹ്യം അനുസരിച്ച് വിശുദ്ധ വാലന്റൈൻ കാരാഗ്രഹ സൂക്ഷിപ്പുകാരന്റെ മകളുടെ കാഴ്ചശക്തി അത്ഭുതകരമായി തിരിച്ചു നൽകി എന്നും പറയപ്പെടുന്നു. കൊലപ്പെടുന്നതിന് തലേ ദിവസം രാത്രിയിൽ വിശുദ്ധ വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഒരു വിടവാങ്ങൽ സന്ദേശം കുറിക്കുകയും അതിന് താഴെയായി നിന്റെ വാലന്റൈനിൽ നിന്നും ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതി ഒപ്പിടുകയും ചെയ്തു. കാലങ്ങളെ അതിജീവിച്ച് ഇന്നും പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു വാക്യമാണ് ഇത്. അത്ഭുതകരമായ നിരവധി രോഗശാന്തികളും ധർമ്മോപദേശങ്ങളും അനേകർക്ക് നൽകിയതിനു ശേഷം സീസറിന് കീഴിൽ വിശുദ്ധ വാലന്റൈൻ നിരവധി മർദ്ദനങ്ങൾ വിധേയനാവുകയും ഒടുവിൽ AD 273 ഫെബ്രുവരി 14 തലയേർത്ത് കൊല്ലപ്പെടുകയും അദ്ദേഹത്തെ അടക്കം ചെയ്തിരുന്ന ദേവാലയം 4-ാം നൂറ്റാണ്ട് മുതൽ തന്നെ പ്രസിദ്ധി ആർജിച്ചിരുന്നു. തീർത്ഥാടകർ വിശുദ്ധ നഗരിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം സന്ദർശിക്കുന്ന സ്മാരകം ഇതാണ്. കാലക്രമേണ വിശുദ്ധ വാലന്റൈൻ സുഹൃത്ത് ബന്ധത്തിന്റെ ആഗോള അടയാളമായി മാറി. അതിനുദാഹരണമാണ് വിശുദ്ധൻ കൊല്ലപ്പെട്ടതിന്റെ എല്ലാ വർഷത്തിലും സെന്റ് വാലന്റൈൻസ് ദിനമായി ആചരിക്കുകയും ചെയ്യുന്നത്. AD 469 പോപ്പ് ഗലേസിയസ് ആണ് ഫെബ്രുവരി 14 വിശുദ്ധ വാലന്റൈന്റെ ഓർമ്മദിനം ആചരിക്കാൻ തീരുമാനിച്ചത്.